രാഹുലെ, എന്തു പറയണമെന്നറിയാത്തൊരവസ്ഥ, സങ്കടകരമായ ആ വീടും നാടും ഒക്കെ കാത്തിരിക്കുകയാണ്. എല്ലാവരും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും പക്ഷേ ഇത്രയും ദിവസങ്ങൾ ഇടയ്ക്കെങ്കിലും ഒരു പ്രതീക്ഷയോടൊക്കെ കാത്തിരുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ആരൊക്കെ ഇപ്പോൾ ആ വീട്ടിലുണ്ട്, എങ്ങനെയാണ് സംസ്കാര കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്, നാളെ എപ്പോഴത്തോടെ സംസ്കാരമൊക്കെ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ബന്ധുക്കളുമൊക്കെ എത്തിയിട്ടുള്ളത്. കണ്ണാടിക്കലിൽ അർജുൻ്റെ കുടുംബവും നാടും ഒന്നടങ്കം തന്നെ വലിയ പ്രതീക്ഷയോടെ അവർ കാത്തിരുന്നതാണ്. പക്ഷേ പിന്നീട് ജീവിതത്തിൽ അർജുന മൃതദേഹമാണ് കണ്ടെത്തിയെന്ന വിവരമാണ് ഈ നാടിനെ ഒന്നടങ്കം തേടിയെത്തിയത്. ആ നിമിഷം മുതൽ തന്നെ വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ആളുകളുടെ ആ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനപ്രതിനിധികളും അർജുൻ്റെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ വീട്ടിലേക്ക് വന്ന് കഴിവതും വിധത്തിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, കേരളക്കര ഒന്നടങ്കം കാത്തിരുന്നതാണ്. അതുകൊണ്ട് നാളെ മൃതദേഹം എത്തിക്കുന്ന സമയത്തും നൂറുകണക്കിന് പേർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. നിലവിലെ ക്രമീകരണം എന്ന് പറയുന്നത് രാവിലെ 6 മണിയോടുകൂടി പൂളാടിക്കുന്നിൽ മൃതദേഹം എത്തിക്കുന്നു. അവിടെ നിന്ന് ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ജീവനക്കാരൊക്കെ പങ്കെടുത്തുകൊണ്ട്, ലോറി തൊഴിലാളികൾ ഡ്രൈവർമാരൊക്കെ പങ്കെടുത്തുകൊണ്ട് വിലാപയാത്ര കണ്ണാടിക്കൽ ബസാറിലേക്ക് വരുന്നു എന്നതാണ്. 8 മണിയോടുകൂടി കണ്ണാടിക്കൽ ബസാറിലെത്തുന്നു. അവിടെ നിന്ന് നാട്ടുകാർ ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ടുള്ള വിലാപയാത്രയായി വീട്ടിലേക്ക്, അതായത് കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് അർജുൻ്റെ വീട്ടിലേക്കുള്ളത്. അവിടേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുവരുന്നു. വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം 1 മണിക്കൂർ വീട്ടിൽ പൊതുദർശനം എന്നതാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 1 മണിക്കൂർ സമയത്ത് കണ്ടു തീർക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അവസാനമായി അർജുനെ കാണാൻ ആളുകൾ കൂടുതലായി വരികയാണെങ്കിൽ പൊതുദർശനത്തിൻ്റെ സമയം നീട്ടും എന്നതാണ് നിലവിലെ തീരുമാനം. അതിനുശേഷം വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം, അതായത് അർജുൻ്റെ വീടിൻ്റെ വലതുവശത്ത് പുറകിലായി തന്നെയാണ് ഈ സംസ്കരിക്കുന്നതിനുള്ള സ്ഥലവും കൂടി കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ്. അർജുൻ്റെ വീട്ടുവളപ്പ്, അതിൻ്റെ വലതുവശത്ത് തൊട്ടുപിറകിലായി മൃതദേഹം സംസ്കരിക്കാനുള്ള സ്ഥലമാണ്. അവിടെയും എല്ലാവിധ ക്രമീകരണങ്ങളുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരും ബാക്കി ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് നാളെ ഈ സംസ്കാരം നടക്കുന്ന സമയത്തും എത്തിച്ചേരും എന്ന് തന്നെയാണ്. അതിവൈകാരികമായ ദുഃഖകരമായ നിമിഷങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. കാരണം ഈ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു അർജുൻ എന്നത്. അർജുൻ കൃഷ്ണപ്രിയയുടെ ഭർത്താവാണ്. അച്ഛനും അമ്മയുമുണ്ട്. ഒരു 3.5 വയസ്സുകാരനായ മകനുണ്ട്. സഹോദരിമാരൊക്കെയുണ്ട്. അവരെയൊക്കെ ഓരോ ഘട്ടത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ചതാണ്. അവർക്കൊപ്പം പരമാവധി കഴിയുന്ന വിധത്തിലൊക്കെ ചേർത്ത് നിർത്തിയതാണ് നാട്. ഏതായാലും ഈ വിധത്തിൽ അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങൾ നാളെ അവസാനമായി ഇവിടെ എത്തിക്കുമ്പോൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരും. അതിവൈകാരികമായ നിമിഷങ്ങൾ തന്നെ ഉണ്ടാകും എന്നത് തന്നെയാണ്. ഇപ്പം പറഞ്ഞതുപോലെ വീട്ടിൽ 1 മണിക്കൂറാണ് പൊതുദർശനം ഉണ്ടാവുക. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരൊക്കെ തന്നെ പങ്കെടുക്കും. അല്പസമയം മുമ്പ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി വീട്ടിലെത്തി കുടുംബത്തെ കണ്ട് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. MK രാഘവൻ MPയും ഇപ്പോഴും ഇവിടെ എത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ഘട്ടത്തിലും ഒരുമിച്ച് നിന്ന ഓരോരുത്തർക്കും, മലയാളക്കരയിലെ ഓരോരുത്തർക്കും നന്ദി എന്നാണ് രാഹുലെ തിരികെ വരാം. അർജുൻ അവസാനമായി എത്തിയ ശിരൂരിലേക്ക് ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. ശ്രീധരൻ നമുക്കൊപ്പമുണ്ട്. ശ്രീധരൻ, അർജുൻ അവസാനമായി ജീവനോടെ കണ്ട സ്ഥലമാണ്. അവിടെ നിന്നാണ് അർജുനെ നമുക്ക് നഷ്ടമാകുന്നത്. ആ സ്ഥലത്തേക്ക് വീണ്ടും എത്തുന്നു. അവിടെ എങ്ങനെയാണ്, അവിടെ നിന്നാണോ ബാക്കിയുള്ളവർ ഈ സംഘത്തിനൊപ്പം ചേരുന്നത്, അതോ അവിടെ നിർത്തുന്നുണ്ടോ? സാവിത്രി, ദിവിഷ, ഇത് അല്പസമയം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെയാണ്. ആംബുലൻസ് കടന്നുപോയി, ഇവിടെ നിർത്തിയില്ല. നേരത്തെ ഇവിടെ നിർത്തും എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നിർത്താതെയാണ് ആംബുലൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അർജുൻ്റെ അവസാന യാത്ര ഇവിടെ നിന്ന് ഇപ്പോൾ ഇരിക്കുകയാണ്. നാട്ടിലേക്കുള്ള മടക്കയാത്ര സാധാരണ സ്ഥിരമായി ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോവയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ലോഡുമായിക്ക് ഒരുപാട് തവണ അർജുൻ ഇതിലെ പോയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു മടക്കമുണ്ടായിരുന്നു. വീട്ടിൽ കാത്തിരിക്കുന്ന ചിരിക്കുന്ന മുഖങ്ങളുണ്ടായിരുന്നു. നിറഞ്ഞ മനസ്സോടെ കാത്തിരിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രയിൽ അങ്ങനെയൊന്നുമല്ല. ആരും കാത്തിരിക്കത്തില്ല, ആരും
അർജുനെ ചിരിക്കുന്ന മുഖത്തോടെ കാണുന്നില്ല. വിങ്ങുന്ന മനസ്സോടു കൂടിയാണ് ഒരു നാടൊന്നാകെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിന് തന്നെ ആംബുലൻസ് ഇവിടെ ഈ പ്രദേശം കടന്നു പോയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒപ്പം അനുഗമിക്കേണ്ടതുണ്ട്. നിലവിലേതായാലും ആംബുലൻസ് ഇപ്പോൾ ഷിരൂർ വിട്ടിരിക്കുന്നു. ഈ കന്നഡ നാടിൻ്റെ അല്ലെങ്കിൽ ഈ അർജുന അവസാനമുണ്ടായ ഈ പ്രദേശം ഇപ്പോൾ അദ്ദേഹത്തിന് വിട ചൊല്ലിയിരിക്കുകയാണ്. ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ഷിരൂര് പിന്നിട്ടിരിക്കുന്നു. ആ വാഹനത്തിനൊപ്പം തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവും ജിതിനും അടക്കമുള്ളവർ, അനിയനും എല്ലാവരുമുണ്ട്. ഒപ്പം തന്നെ മനാഫിൻ്റെ സഹോദരനുമൊക്കെ ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. നാളെ രാവിലെയോടെ 8 മണിയോടുകൂടി കണ്ണാടിക്കലിലേക്ക് എത്തും. തുടർന്ന് അവിടുന്ന് ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെയൊക്കെ നേതൃത്വത്തിൽ വിലാപയാത്രയായി വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ തന്നെ അവിടെ ഒരുപാട് ആളുകൾ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ബന്ധുക്കളുടെ ആ സങ്കടത്തിൽ പങ്കുചേരാനായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ അവിടെ അവസാനമായി ആ ബന്ധുക്കളോട് അവർക്കൊപ്പം നമ്മളുണ്ട് എന്ന് അവർക്കൊരു ആത്മബലം നൽകുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെയും സ്വാഭാവികമായും ഇത്രയേറെ കേരളം കാത്തിരുന്ന ഒരു വാർത്തയാണ്. അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടെ എല്ലാവരും കാത്തിരുന്നതാണ്. പിന്നീട് ആ ദുരന്തവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ ഉൾക്കൊണ്ടെങ്കിലും ചില മിറാക്കിളുകളൊക്കെ പ്രതീക്ഷിച്ച് പലപ്പോഴും ആളുകൾ കാത്തിരുന്നു എന്നത് വാസ്തവമാണ്. അവസാനമായി 72 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുന്നതും അതിനുള്ളിൽ അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുന്നതും സങ്കടകരമാണ്. ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷകളാണ് അർജുൻ്റെ ഈ അർജുൻ ഇല്ലാതാവുന്നതോടുകൂടി നഷ്ടമാകുന്നത്. പക്ഷേ എല്ലാവരിൽ നിന്നും അവർക്ക് വലിയ തോതിൽ പിന്തുണ കിട്ടി, അവരെ ആത്മവിശ്വാസം നൽകി, അവരെ പിടിച്ചു നിർത്താൻ എല്ലാവർക്കും കഴിഞ്ഞു എന്നത് എല്ലാവരും, കേരളം മുഴുവൻ അതിനുവേണ്ടി ശ്രമിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാഹുൽ, ഷിരൂർ പിന്നിട്ടിരിക്കുകയാണ് ആംബുലൻസ്. നമ്മൾ അവസാനമായി അർജുൻ ജീവനോടെ അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചൊന്ന് മയങ്ങിയ സ്ഥലമാണ് ഷിരൂർ. അവിടെ നിന്നും ആംബുലൻസ് പോരുന്നു. അവിടെ ഇപ്പോൾ ഈ സംസ്കാരം വീട്ടുവളപ്പിൽ തന്നെ നടത്താനുള്ള ഒരു ക്രമീകരണമാണോ നടക്കുന്നത്? മറ്റ് നമ്മുടെ ജനപ്രതിനിധികൾ അടക്കമുള്ള പ്രമുഖരൊക്കെ നാളെ എത്തുന്നുണ്ടോ? പിന്നെ സതീഷ് ചന്ദ്രസേൽ അനുഗമിക്കുന്നതായി നേരത്തെ ശ്രീധരൻ പറഞ്ഞിരുന്നു. അപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായം അത് നാളെ വീട്ടിലെത്തി കൈമാറുന്ന നിലയാണോ? എന്താണ് അറിയാൻ കഴിഞ്ഞത്? പ്രതിവിഷം ഞാൻ ഒരിക്കൽ കൂടി പറയാം. അതായത് 6 മണിയോടുകൂടി പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ മൃതദേഹം എത്തിക്കുന്നു. അവിടെ നിന്ന് ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ വിലാപയാത്രയായി മൃതദേഹം കണ്ണാടിക്കൽ ബസാറിലേക്ക് കൊണ്ടുവരും. 8 മണിയോടുകൂടി കണ്ണാടിക്കൽ ബസാറിൽ എത്തിക്കും. അവിടെ നിന്ന് നാട്ടുകാരൊക്കെ പങ്കെടുത്തുകൊണ്ട് ഉള്ള വിലാപയാത്രയാണ്. വിലാപയാത്രയായി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് അർജുൻ്റെ വീട്ടിലേക്കുള്ളത്. ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ ആ സമയത്ത് ഗതാഗത നിയന്ത്രണം ബസാറിൽ വെച്ച് തന്നെ ഉണ്ടാകും എന്നാണ് എല്ലാവരും തന്നെ അധികൃതർ അറിയിക്കുന്നത്. അതിനുശേഷം മൃതദേഹം 1 മണിക്കൂർ സമയമാണ് നിലവിലെ തീരുമാനമാണ്. 1 മണിക്കൂർ സമയം വീട്ടിൽ പൊതുദർശനം. അതായത് കൂടുതൽ ആളുകൾ എത്തുകയാണെങ്കിൽ, കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു വികാരമാണ് അർജുൻ എന്ന് പറയുന്നത്. എല്ലാവരും ചേർന്ന് നിന്നതാണ് അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ, എല്ലാത്തിനും കുടുംബത്തെ ചേർത്ത് നിർത്തുന്നതിനൊക്കെ വേണ്ടി. അപ്പോൾ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ ഈ പൊതുദർശനം എന്ന സമയം നീട്ടും. അതിനുശേഷമാണ് സംസ്കാരം. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുക. അതായത് അധികം ആയിട്ടുള്ള അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിൽ തന്നെ, ആ വീടിനോട് ചേർന്ന് തന്നെ അർജുൻ അന്ത്യവിശ്രമം ഒരുക്കുകയാണ്. എല്ലാവരും വളരെ സങ്കടത്തോടെ കേട്ട വാർത്തയാണ് അർജുൻ്റെ ഈ ആ ദുരന്ത വാർത്തയും. പിന്നീട് എല്ലാവരുടെയും ഓരോ സാധാരണ വീടുകളിൽ പോലും അമ്മമാർ പോലും അർജുനെ കണ്ടെത്തിയോ എന്നറിയാൻ ടെലിവിഷൻ സ്ക്രീനിലേക്ക് മുമ്പിൽ വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ 72 ദിവസങ്ങൾക്കിപ്പുറം ചേതനേറ്റ ശരീരം കണ്ടെത്തുന്നു. അവസാനമായി ആ വീട്ടിലേക്ക് അർജുനെ കൊണ്ടുവരുന്നു. നാളെയോടുകൂടി അർജുൻ പരിപൂർണമായി ഓർമ്മയിലേക്ക് പോവുകയാണ്.